ദേവി, നന്ദു നന്ദു ഒട്ടും ടെൻഷൻ ആവണ്ട. എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. എന്ത് വന്നാലും പേടിക്കില്ല. നിനക്ക് ഭക്ഷണം എന്തെങ്കിലും വേണോ? വിശക്കുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞു വാങ്ങി കഴിക്കും. നന്ദു, ഞാൻ ഒട്ടും പേടിക്കുന്നില്ല. നന്ദു അമ്മയും രചന ചേച്ചിയും ഒക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാ മതി. എനിക്കിവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറയണം. പറയാം. ആ ത്യാഗരാജൻ സിയെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. അത് ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെയാ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. തനുജയുടെ കള്ളപ്പരാതി കോടതിയിൽ നമുക്ക് പൊളിക്കാൻ നന്ദു. ഈ CI FIR ഇടാത്ത എന്തുകൊണ്ടാ? ഇവിടെ നിർത്തി മാക്സിമം പീഡിപ്പിച്ചിട്ട് കോടതിയിൽ കൊണ്ടുപോകാനാ പരിപാടി. നീ സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നാ മതി. CA അല്ല SP വിചാരിച്ചാലും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താണോ പോലീസ് സ്റ്റേഷനിൽ ഹണിമൂണോ? ആരാ ഇവൻ അകത്ത് കയറ്റിയത്? സാർ, അത് പ്രതിയുമായി ഗൂഢാലോചന നടത്താൻ ആരാ അനുവാദം കൊടുത്തതെന്ന്? സാർ ഇയാൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം ചെയ്, അകത്തൊരു കട്ടിലും മെത്തയും AC കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്ക്. ഇവരെ ആനന്ദിക്കട്ടെ. തനിക്ക് മമ്മോദരും സർവീസ് ബുക്കിലും എഴുതും. ഇറങ്ങി പോടാ. സാറേ, എടാ പോടാന്ന് വിളിക്കരുത്. പിന്നെ എന്ത് വിളിക്കണം? ചന്ദ്രോത്ത തമ്പുരാനെന്നോ? ഇറങ്ങടാ. സർ, ഒച്ച വെച്ച് പേടിപ്പിക്കണ്ട. എല്ലാത്തിനും വ്യക്തമായ നിയമമുണ്ട്. താൻ എന്ത് നോക്കിക്കാണോ? താൻ പുറത്തു വാ. സർ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. കിട്ടുന്നില്ലല്ലോ. എല്ലാത്തിനും ആകെ ഒരു ആശ്രയം ഹരിയേട്ടനായിരുന്നു. വിദേശത്താണെങ്കിലും എന്താവശ്യമുണ്ടെങ്കിലും അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നതാ. അവിടെ സമയത്തിന് വ്യത്യാസം ഉണ്ടാവുമേ. നേരം പുലർന്നിട്ടുണ്ടാവില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉറക്കമായിരിക്കും. നമുക്ക് ആശ്രയമായിട്ടുള്ളവരെയും കൂടി ദൈവം മാറ്റി നിർത്തുകയാണല്ലോ. എന്തൊരു പരീക്ഷണോ ഭഗവാൻ നടത്തുന്നത്. ദേവിക എങ്ങനെയും നമുക്ക് പുറത്തിറക്കണോ അമ്മേ? പാവം, അവൾ കുറെ അനുഭവിച്ചു. ഇനിയും കഷ്ടപ്പെടുത്താൻ പാടില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.